ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ക്ലൂ കണ്ടുപിടിച്ച് മുന്നോട്ട് പോയി ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സിനിമയല്ല. എല്ലാ കേസ് അന്വേഷണത്തിനുള്ള പോലെ ഒരു ഗ്രോത്ത് ഉണ്ട്. ആ ക്യൂരിയോസിറ്റി എങ്ങനെ നിൽക്കട്ടെ, അത് തിയേറ്ററിൽ കാണുക എന്നുള്ളത് തന്നെയാണ്. ആദ്യം ഞാൻ ഇവിടെ വിളിച്ചത് ഇത് ബോഡി ഷേപ്പിംഗ് ആയിട്ട് പോകരുത്, തീപ്പെട്ടിക്കൊള്ളിന്നാണ്. ഇപ്പോഴും എനിക്ക് അനശ്വരെ കാണുമ്പോൾ അങ്ങനെ തോന്നും. പക്ഷെ ഇത് സ്ക്രീനിൽ വന്നു കഴിയുമ്പോൾ അനശ്വരയ്ക്ക് ഉണ്ടാകുന്ന ഒരു മാജിക് ഉണ്ട്. സിനിമ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കാൻ പോകുന്ന ഒരാളാണ് സെറിൻ. എഗെയിൻ ഇന്ദ്രൻ ചേട്ടൻ എടുത്ത് പറയാൻ പോകുന്ന ഒരു ക്യാരക്ടറാണ്. മനോജ് ചേട്ടൻ, അങ്ങനെ ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ട്. മൊത്തത്തിൽ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര എന്താ പറയാ, ഒരു ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ അദ്ദേഹം ഇത്രയും ഓർത്തിരിക്കുന്നു എന്ന് പറഞ്ഞത് ആ ഒരു മൊമെന്റ്. ആസിഫ് അലി ഇത്രയൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഇമാജിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പൊ വരുന്ന പുതിയ പടങ്ങൾ കാണുമ്പോഴാണ് ഇതൊക്കെ കയ്യിലുണ്ടായിരുന്നല്ലോ ഇയൊക്കെ. ഒരു ആൻ ആർട്ടിസ്റ്റ് ഒരു അംഗീകാരം തോന്നുന്നു. ഞാൻ എൻ്റെ സിനിമകൾ ചെയ്ത വർഷത്തിലെ ഏറ്റവും നല്ല വർഷമായിരുന്നു കഴിഞ്ഞത്. അതിന്റെ ഐസ്ക്രീമിന്റെ മേളിൽ ഒരു ചെറിയായിരുന്നു ആ കമന്റ് എന്ന് പറയുന്നത്. നമ്മൾ അതിലേക്ക് ചാടി കയറുക എന്ന് പറഞ്ഞൊരു വലിയ ഹൈറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ജനറേഷനിൽ വരുന്ന പുതിയ ആക്ടേഴ്സിന് വേണ്ട ഒരു മെന്റൽ ഹെൽത്തിന്റെയും കൂടെ ആവശ്യമാണ്. ആ സമയത്തും ഒക്കെ ഒത്തിരി പേര് മോട്ടിവേറ്റ് ചെയ്യാനും കൂടെ നിൽക്കാനും ചീത്ത പറയാനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇഷ്ടം കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു താനെ ചേർന്ന കൂട്ടം ചുറ്റുമുണ്ട്. കാണണം എന്ന് പറയും, എന്നിട്ട് കാണാൻ വേണ്ടി പോകും, എന്നിട്ട് പിന്നെ സ്ക്രിപ്റ്റും സംഭവങ്ങളൊന്നും തരില്ല, പിന്നെ വെറുതെ കാണും, പിന്നെ അതൊരു സംസാരമാവും. അപ്പൊ തന്നെ മനസ്സിലാവും ഇത് ഓഡീഷൻ അല്ല, പിന്നെ എന്തിനാ വിളിച്ചതല്ലേ നമുക്ക് തോന്നുള്ളൂ. ശരിക്കും ഇല്ല, ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്ക് അതിൻ്റെ അകത്തും ഇപ്പം നമ്മൾ രണ്ടുപേരും ആ ക്യാരക്ടേഴ്സ് ആയിട്ട് തന്നെയാണല്ലോ അതിൽ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇപ്പൊ പാർവതീനെ ആയിട്ട് അങ്ങനെ ഹഗ് ചെയ്തതിനകത്ത് എനിക്ക് ഇപ്പൊ ഒരു 2 ബിരിയാണി കഴിക്കണം എന്നുണ്ടെന്ന് വെച്ചോ, കഴിക്കും. ആ ബിരിയാണി ഇടാൻ പറ്റിയ നെയ്യ് ഒഴിച്ച ആ ഒരു സ്മെല്ലും അല്ലാത്ത മറ്റേ ഭയങ്കര നല്ല വെന്ത മറ്റേ ചിക്കനും ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഞാൻ വന്ന് കയറിയപ്പോ ഇവന് ആദ്യം എന്നോട് ചോദിച്ചെന്താന്ന് ടിക്കറ്റൊക്കെ വേണ്ടി ഡയറ്റ് എങ്ങനെ പോകുന്നു എന്നാണ്. അത് ഇന്ന് ഉച്ചക്ക് നശിപ്പിക്കും. കഴിഞ്ഞ വർഷം അവസാനിക്കുമ്പോൾ ഈ സിനിമകളെ പറ്റിയുള്ള റൗണ്ട് ടേബിളിൽ പോയി ഇരിക്കുന്ന എന്റെ ജനറേഷനിലുള്ള പല ആക്ടേഴ്സിനെ കണ്ടപ്പോൾ ഞാൻ എന്തായിരിക്കും ഇങ്ങനെ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് ആലോചിച്ചിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സില് കുഴിയിൽ പോകേണ്ടത് ഞാനായിരുന്നു. മൊത്തത്തിൽ ഈ പ്രൊജക്റ്റിൽ മമ്മൂക്കാട് ഒരു പ്രസൻസ് ഉണ്ട്. അത്രേ എനിക്ക് പറയാം. ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് മലയാളത്തിന്റെ മഹാനടൻ മധുവിനെ ഇന്റർവ്യൂ ചെയ്യാൻ ഒരു അവസരമുണ്ടായി. അവിടെ വെച്ച് യുവ നടന്മാരിൽ പ്രതിഭയുണ്ടെന്ന് പ്രതീക്ഷയുണ്ടെന്ന് തോന്നുന്നത് ആരൊക്കെയാണെന്ന് ഞാൻ വെറുതെ ചോദിച്ചു. പലരുടെയും പേര് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒരു പേര് മാത്രം എത്തിയപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക എക്സ്പ്ലനേഷനാണ് പറഞ്ഞത്. ഇയാൾ ഇത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നു എന്നറിയില്ലായിരുന്നു എന്നാണ്. ആസിഫ് അലിയെ പറ്റിയാണ് അത് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഒരു ആസിഫ് അലി ആരാധകൻ എന്ന രീതിയിൽ വലിയ അഭിമാനമുണ്ടായി. അദ്ദേഹത്തിന്റെ പുതിയ പടത്തിന്റെ പ്രൊമോഷന് ബാമയോടൊപ്പം ചേരുന്നു രേഖാചിത്രത്തിന് വേണ്ടി. നമസ്കാരം. താങ്ക് യു വിഷ്ണു. കണ്ടിരുന്നു ഞാൻ. ആസിഫ് അലി എന്ന നിലയിലും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതില്. കാര്യം ഞാൻ മധു സാറിന്റെ കൂടെ അവസാനം ചെയ്തത് മൈലാഞ്ചി മൊഞ്ചുള്ള വീട് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അപ്പൊ ആ സമയത്തും ഒക്കെ അദ്ദേഹം സിനിമ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അദ്ദേഹം ഇത്രയും ഓർത്തിരിക്കുന്നു എന്ന് പറഞ്ഞത് ആ ഒരു മൊമെന്റ്. കാര്യം കഴിഞ്ഞ വർഷത്തെ പറ്റി പ്രത്യേകം എടുത്തു പറയണമല്ലോ. ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ സിനിമകൾ ചെയ്ത വർഷത്തിലെ ഏറ്റവും നല്ല വർഷമായിരുന്നു കഴിഞ്ഞത്. അതിന്റെ ആ ഒരു ഐസ്ക്രീമിന്റെ മേളിൽ ഒരു ചെറിയായിരുന്നു ആ കമന്റ് എന്ന് പറയുന്നത്. താങ്ക് യു. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി അന്ന് നമ്മളത് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്തേക്ക് ഈ കിഷ്കിന്ധാടം OTT റിലീസ് ആയിട്ടില്ല. അപ്പൊ അദ്ദേഹം തിയേറ്ററിൽ പോയിട്ട് അങ്ങനെ സിനിമകൾ കാണുന്നത് വളരെ കുറവാണ്. അപ്പൊ കിഷ്കിന്ധാടം കാണാതെയാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചിലപ്പോൾ ഒരു പക്ഷെ അത് കൂടി കണ്ടു കഴിഞ്ഞാൽ അത് ആ എക്സ്പ്ലനേഷൻ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയെന്ന് തോന്നി. രേഖാചിത്രം ജോഫിൻ എന്നുള്ള മേക്കറിന്റെ ഒരു പ്രതിഭ നമ്മൾ ഓൾറെഡി പ്രീസ്റ്റിൽ മനസ്സിലാക്കിയതാണ്. അപ്പോൾ 6ാമത്തെ പോലീസ് വേഷമാണ് ആസിഫ് ചെയ്യുന്നത്. ഉണ്ടയും കൂടി കൂട്ടുകയാണെങ്കിൽ ജോഫിൻ പിന്നെയും വന്ന് പറയുമ്പോൾ ഇതിനെ വ്യത്യസ്തപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം അല്ലെങ്കിൽ എന്താ തോന്നിയത്? അല്ല, ഞാൻ ഇതിന്റെ ഇപ്പൊ ഒരു പോലീസ് വേഷം അല്ലെങ്കിൽ ഒരു പോലീസ് കഥ കേൾക്കും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിലേ അല്ല ഈ സിനിമയെ ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ ഒരു സ്ക്രീൻ പ്ലേ ഉണ്ട്. എപ്പോഴും ഞാൻ പറയുമ്പോൾ സിനിമകളെ പറ്റി പറയുമ്പോൾ സ്ക്രീൻ പ്ലേ, ഇപ്പൊ ഈവൻ കിഷ്കിന്റെ കാണ്ഡമാണെങ്കിലും ഞാൻ എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് സ്ക്രീൻ പ്ലേയെ പറ്റിയിട്ടാണ്. അപ്പൊ വീണ്ടും ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഇതിന്റെ നരേഷൻ കിട്ടിയ സമയത്ത് അയ്യോ ഞാൻ വീണ്ടും ഒരു പോലീസ് വേഷം ചെയ്യാൻ പോവാണല്ലോ എന്നുള്ളൊരു തോന്നലൊന്നും എനിക്ക് ഉണ്ടായില്ല. അത്രയും രസമുള്ളൊരു സ്ക്രീൻ പ്ലേ ആയിട്ടാണ് ജോഫിൻ എൻ്റെ അടുത്തേക്ക് വന്നത്. അന്ന് ഈ സിനിമയുടെ 80% കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കാര്യം ഈ സിനിമ
വന്ന് പറയുമ്പോൾ രേഖാചിത്രം എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്ത് തുടങ്ങി ഫുൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ജോഫിൻ പറഞ്ഞു ഇത് എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. കാര്യം ഇത്തരത്തിലൊരു സിനിമ ചെയ്യാൻ വേണ്ട ഒരുപാട് ഘടകങ്ങൾ ഒത്തു വന്നാൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളായിരുന്നു. കാര്യം വിഷ്ണു പറഞ്ഞത് ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി കാറ്റഗറിയിൽ വരുന്നതാണ്. ഒരുപാട് പഴയ കാലഘട്ടം നമ്മൾ റീക്രിയേറ്റ് ചെയ്യണം. ഒരുപാട് സ്റ്റേജിങ് ഉണ്ട്, മെറ്റീരിയൽ കളക്ഷൻ ഉണ്ട്, ഒരു ഒരു രണ്ട് ടൈം ലൈൻ ഉണ്ട്. രണ്ട് ടൈം ലൈൻ ഉണ്ട്. അഗെയിൻ ഈ സിനിമയ്ക്ക് പെർമിഷൻസ് മാത്രം എടുക്കാൻ ഉള്ള ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലൊക്കെ കുറെ കാര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ മാത്രമേ ഈ സിനിമ സംഭവിക്കുള്ളൂ എന്നുള്ളത് കൂടെ പറഞ്ഞാണ് എന്റെ ഫസ്റ്റ് നറേഷൻ ജോഫിൻ ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഞാനിതൊരു പോലീസ് സ്റ്റേഷൻ ചെയ്യാൻ പോകുന്നു അങ്ങനെ തലവൻ റിലീസ് ആവുന്നതിന് മുന്നേ ആയിരുന്നു അത്. അപ്പൊ ഞാനിത് കേട്ട് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലാണ് ആൻഡ്രോ ജോസഫ് എന്ന് പറഞ്ഞ ആൾ ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ എനിക്ക് കുറെ കൂടെ ക്യൂരിയോസിറ്റി വന്നു. ഓക്കെ, ആൻഡ്രോ ചേട്ടൻ വിചാരിച്ചാൽ ഈ സിനിമയ്ക്ക് ഈ പറയുന്ന ഘടകങ്ങൾ എല്ലാം കുറെ ഓരോന്നോരോന്നായിട്ട് ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ വേണു കുന്നപ്പള്ളി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ വരുന്നു ഈ സിനിമയ്ക്ക്. ഇപ്പൊ 2018 എന്ന് പറഞ്ഞ സിനിമ മാത്രം മതി അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുമെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ഒരു നല്ല ടീം വരുന്നു. അടുത്തത് അപ്പു പ്രഭാകർ, ലെവൽ ക്രോസിന് ശേഷം അപ്പു. കാരണം ജോഫിനൊരു കാര്യം ഈ സിനിമയുടെ മേക്കിങ്ങിൽ മൊത്തം നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ടീം വേണം. കാര്യം ഇതിൻ്റെ അകത്ത് ഒരുപാട് ട്രയൽ ആൻഡ് എറർ പ്രോസസ്സ് നടക്കാൻ സാധ്യതയുള്ളൊരു ഫിൽമിങ് പ്രോസസ്സ് ഉണ്ട് ഇതിന്. അപ്പൊ അത് അങ്ങനത്തെ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നു. ഷമീർ ഓഫ് കോഴ്സ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഡിറ്റ് മുതൽ ഷമീർ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പൊ അങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നു. പിന്നെ കാസ്റ്റിങ്ങിനെ പറ്റി സംസാരിക്കുന്നു. ഓരോരുത്തരായിട്ട് കാസ്റ്റിംഗിലേക്ക് വരുന്നു. അനശ്വരയുടെ കാസ്റ്റിംഗ് കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ആണ്. മനോജ് ഏട്ടന്റെ കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഓരോരുത്തരെ കൊണ്ടുവന്നു മനോജ് ഏട്ടനെ ഇതുവരെ കാണാത്തൊരു ലുക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. നമ്മള് ബിഗ് ബിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു റെഫറൻസിലേക്ക് അങ്ങനെ അദ്ദേഹം അത് അദ്ദേഹം സമ്മതിക്കുമോ എന്നുള്ളൊരു പേടി ഞങ്ങൾക്ക് ഉണ്ടാകുന്നു. അങ്ങനെ ഭയങ്കര രസമുള്ള ഒരു പ്രോസസ് ഈ സിനിമയ്ക്ക് പുറകിലുണ്ടായിരുന്നു. പിന്നെ അന്ന് പണ്ടുണ്ടായിരുന്ന പല ആളുകളുടെയും ലുക്ക് ലൈക്സിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അവരുടെ മക്കളെ വരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സിനിമ ഇപ്പൊ എനിക്കൊന്ന് സിനിമയെ ഒരുപാട് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മുതൽ പണ്ട് സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് വരെ ഈ സിനിമ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ഭയങ്കരമായ ഒരു സ്റ്റേജിങ് ഈ സിനിമയ്ക്കുണ്ട്. ഏറ്റവും ഇവന്റ്ഫുൾ ആയ പ്രീ പ്രൊഡക്ഷൻ ആയിരിക്കും ഉറപ്പായിട്ടും അതെ. കാര്യം ഇതിന്റെ ഒരു സിനിമയുടെ പ്രീ പ്രൊഡക്ഷനിൽ ഞാൻ ഇത്രയും എക്സൈറ്റ്മെന്റ് കാണിക്കുന്നത് ചിലപ്പോൾ ആദ്യമായിട്ടാണ്. കാര്യം ഇപ്പൊ എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടി, സ്ക്രീൻ പ്ലേ കിട്ടി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഏരിയ മാറി ഞാൻ വർക്ക് ചെയ്യുന്നതല്ലാതെ ഇതിന്റെ ടെക്നിക്കൽ സൈഡിന്റെ അപ്ഡേറ്റ്സിനെ പറ്റി ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് കുറെ നാൾ കൂടി ഈ സിനിമയ്ക്കാണ്. കാര്യം ഇതിന്റെ അകത്ത് വരുന്ന ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് റീക്രിയേഷൻസ് ആവശ്യമുള്ള ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്കൊക്കെ വരുമ്പോൾ അതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളതും പിന്നെ ഏറ്റവും പുതിയ ടെക്നോളജീസ് കുറെ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു അവസരം ഈ സിനിമയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ള ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ജോഫിൻ ഇങ്ങനെ എന്നെ പല സമയത്തും എൻ്റെ അടുത്ത് അസിക്ക് അത്രയും പറയരുത് എന്ന് എന്നോട് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ് ഈ സിനിമയുടെ ഇതിനെ തിയേറ്ററിൽ കാണാനായിട്ട്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇവോൾവിംഗ് പ്രോസസ് ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ ആദ്യ സിനിമ അത് അവിടെ അങ്ങനെ തനതായ ഭാഷ സംസാരിക്കുന്ന ബാലകൃഷ്ണ പൊതുവാളുടെ ഒരു ക്യാമ്പ് അല്ലെങ്കിൽ അവിടുത്തെ സെറ്റ് ഓഫ് ആൾക്കാർ നമ്മൾ മൊത്തത്തിൽ കണ്ടതാണ് ആദ്യ സിനിമ. അതിന്റെ OTT റിലീസ് കുറച്ച് വൈകിയെങ്കിൽ പോലും അതിനുശേഷം ഭയങ്കര റിവ്യൂസ് ഉണ്ട്. ഇത് കുറച്ചും കൂടി ആളുകൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണല്ലോ. ആ സിനിമ വിജയിച്ചിട്ടുണ്ട് എന്നാൽ പോലും ബസൂക്ക ചെയ്യുന്നു, ഏകചിത്രത്തിലേക്ക് വരുന്നു. ഇവിടെ കാര്യങ്ങൾ വരുമ്പോൾ കേരളം മൊത്തം ചർച്ച ചെയ്തിട്ടോ അറിഞ്ഞിട്ടുള്ള സംഭവത്തിന്റെ വേറൊരു ഡെപ്പിക്ഷൻ ആണ്. എല്ലാവർക്കും വളരെ പ്രതീക്ഷയുണ്ട്. എന്നാൽ ഒരു സാധനം പുറത്തു വിടാത്ത പ്രത്യേകതകളുണ്ട് ഈ സിനിമയുടെ അകത്ത്. രേഖാചിത്രത്തില് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു? രേഖാചിത്രത്തിന് ഈ മുന്നേ ചെയ്ത സിനിമകളുടെ ക്യാമ്പിങ്ങുമായിട്ട് ഈ പറഞ്ഞ പോലെ പ്രീ പ്രൊഡക്ഷൻ സംഭവങ്ങളൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. അത് ഇങ്ങനത്തെ ഒരു സംഭവം എനിക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത്. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു കോള് വന്ന് കാസ്റ്റ് ആയി ഫൈനലൈസ്ഡ് ആയതിനു ശേഷം മാത്രമാണ് ഈ സ്ക്രിപ്റ്റും പരിപാടികളും സംഭവങ്ങളും ഒക്കെ തന്നത്. അപ്പൊ അതിന് മുന്നേ ഉള്ളൊരു സംഭവം അല്ലാതെ അതിൽ ആ ഒരു പ്രോസസ്സിൽ ആ ഒരു ഇൻവോൾവ്മെന്റ് എൻ്റെ അത് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ അത്രയൊന്നും അറിയില്ല. ഈ മുഴുവൻ കഥ പറയില്ല
ചില മീൻ പ്രധാന കഥാപാത്രങ്ങളോട് അല്ലാതെ മുഴുവൻ കഥ പറയാത്തൊരവസ്ഥയുണ്ട്. അതായത് നിങ്ങളുടെ പോർഷൻസ് മാത്രം അറിയുന്നതാണ് നല്ലത്, കഥാപാത്രത്തിന്റെ ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ മൊത്തത്തിലുള്ള ഫിൽമിങ്ങിനും അതാണ് നല്ലത്. രേഖാചിത്രത്തിന് മുഴുവനും അറിയുന്നു. എനിക്കോ? അറിയാം, മുഴുവനും അറിയാം. മൊത്തം നറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്നാലും ഒരു സംഭവം മനസ്സിലാക്കി ചെയ്യാൻ പറ്റുമോ? അങ്ങനെയല്ല, ഈ പറഞ്ഞ പോലെ ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനത്തെ പരിപാടികൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ജോഫിനെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, പ്രിസൈസ്ലി വേണ്ട കാര്യങ്ങൾ മൊത്തം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് സംഭവങ്ങൾ, അങ്ങനെയുള്ളൊരു ക്ലിയർ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആസിക, ഈ പോയ വർഷത്തിൽ മികച്ച സിനിമകൾ എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിലല്ല ഓൾ ഇന്ത്യ ലെവലിൽ തിരഞ്ഞെടുക്കുന്ന സിനിമകളിലൊക്കെയാണ് വരുന്ന സിനിമകളാണ് തലവനും കിഷ്കിന്ധാകാണ്ഡവും. അനുപമ ചോപ്രയുടെ പ്രധാനപ്പെട്ട ലിസ്റ്റിൽ കിഷ്കിന്ധാകാണ്ഡം ഉണ്ട്. ഇപ്പൊ ട്രൈഡ് ആൻഡ് റെഫ്യൂസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പാൻ ഇന്ത്യ ലെവലിൽ റിവ്യൂയും സിനിമയെ പറ്റി സ്റ്റഡിയും ചെയ്യുന്ന ആളുകളുടെ ഇതിൽ കിഷ്കിന്ധാകാണ്ഡം ഉണ്ട്. കിഷ്കിന്ധാകാണ്ഡം ഇറങ്ങിയ സമയത്ത് മലയാളത്തിലും അത് നമ്പർ 1 സ്ട്രീമിംഗ് ആയിട്ട് നിലനിൽക്കുന്നു, ഹിന്ദിയിലും അതങ്ങനെ നിലനിൽക്കുന്നു എന്ന് പറയുന്നതിന്റെ ഒരു അത് പ്രത്യേകത എന്ന് പറയുന്നത് എളുപ്പമല്ല. ആളുകൾ സ്ക്രീൻ പ്ലേയുടെ പോലെ തന്നെ അല്ലെങ്കിൽ അതിന്റെ മേക്കിങ്ങിനെ അല്ലെങ്കിൽ മുജീബിനെ പോലെ തന്നെ ആസിക്കയുടെ പെർഫോമൻസിനെ എടുത്തു പറയുന്നു. ആരാണ് ഈ വിജയരാഘവൻ എന്നുള്ള ആക്ടർ എന്ന ആളുകൾ ഐഡന്റിഫൈ ചെയ്യുന്നു. രേഖാചിത്രം ഒരു മൈൽ സ്റ്റോൺ ആയി തന്നെ രേഖപ്പെടുത്തിക്കൂടെ കരിയറിൽ? കിഷ്കിന്ധാകാണ്ഡം രേഖാചിത്രം, പിന്നെ ഉറപ്പായിട്ടും കിഷ്കിന്ധാകാണ്ഡം. ഇപ്പം വിഷു എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ ചെയ്ത മോശം സിനിമകളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് പല നല്ല സിനിമകളും വേണ്ടപ്പെട്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട്. അത് ഒരു പരിധിവരെ ഓവർകം ചെയ്തത് OTTയുടെ വരവോടുകൂടിയാണ്. OTTയിൽ വരുന്ന സമയത്താണ് തിയേറ്റേഴ്സിൽ നിന്ന് മിസ്സായത് പല റിസൾട്ട്സും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ എടുത്തു പറയേണ്ടതാണ് ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ സിനിമയും. എനിക്കും ആദ്യമായിട്ട് ഞാൻ ഇതിന്റെ കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഡൗട്ട്ഫുൾ ആയിരുന്നു ഈ സിനിമ എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തും എന്നുള്ളത്. അതിൽ ഒരു പോയിന്റിൽ പോലും ഞാനിതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ തിയേറ്റർ സക്സസ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അത് മോശമില്ലാത്തൊരു തിയേറ്റർ സംസാരത്തിലേക്ക് പോവുകയും പക്ഷെ OTTയിലേക്ക് വന്നപ്പോൾ അതൊരു വലിയ റീച്ചിലേക്ക് പോവുകയും ചെയ്തു. അപ്പൊ അതിനുശേഷം കിഷ്കിന്ധാകാണ്ഡം എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നു, അത് തിയേറ്ററിൽ സക്സസ് ആവുന്നു, ആളുകൾ മുഴുവൻ ആ സിനിമയെ പറ്റി സംസാരിക്കുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് വായിച്ച സമയത്തുണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നിൽക്കുകയും ഈ സിനിമ തിയേറ്ററിൽ എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നുള്ളൊരു പേടി മനസ്സിലുണ്ടാവുകയൊക്കെ ഉണ്ടായിരുന്നൊരു സമയമുണ്ട്. പക്ഷെ ആ സിനിമ ഓണത്തിന് റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞ് ആ പ്രൊഡ്യൂസർ എടുത്തൊരു തീരുമാനമുണ്ട്. അതിനെയാണ് ശരിക്കും ഈ സിനിമയുടെ ജാതകം മാറ്റിയതെന്ന് തന്നെ പറയാം. കാര്യം ഒരു ഫെസ്റ്റിവൽ സിനിമ അല്ലായിരുന്നിട്ട് പോലും ഒരു നല്ല സിനിമയ്ക്ക് ആ ഫെസ്റ്റിവൽ സീസണിൽ ഒരു സ്പേസ് കിട്ടുകയും ആളുകൾ മൊത്തത്തിൽ ആ സിനിമ കണ്ടില്ലെങ്കിൽ അതൊരു ഭയങ്കര മിസ്സായിരിക്കും എന്ന് പറയുകയൊക്കെ ഒരു സീസൺ അതിന് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുന്നു. പിന്നെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് ഇത് OTTയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എഗെയിൻ ഈ സിനിമ സംസാരമാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് എൻ്റെ കരിയറിൽ. ആളുകൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം അവസാനിക്കുമ്പോൾ ഈ സിനിമകളെ പറ്റിയുള്ള റൗണ്ട് ടേബിൾ പോയിരിക്കുന്ന എൻ്റെ ജനറേഷനിലുള്ള പല ആക്ടേഴ്സിനെ കണ്ടപ്പോൾ ഞാൻ എന്തായിരിക്കും ഇങ്ങനൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം എല്ലാവരും വിളിക്കുകയും പോകാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ അത് സംഭവിക്കാൻ ഇനിയും നല്ല സിനിമകൾ വരട്ടെ, സംഭവിക്കട്ടെ. ഈ ആളുകള് ചുറ്റുള്ള ആളുകളെ ആസിക്കയുടെ ഒരു ആക്ടർ എന്നുള്ള രീതിയിലും മനുഷ്യൻ എന്നുള്ള രീതിയിലും ആസിക്കനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ചിയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ നമ്മുടെ തമിഴിലൊക്കെ പറയില്ലേ താനാസേന്ത് കൂട്ടും എന്നൊക്കെ പറയണ പോലെ അങ്ങനെ ഒരു വെൽ വിഷസ് ഉണ്ട്, അതിനൊരു അവെയർ ആണോ? അത് ഞാൻ സിനിമയിൽ വന്ന സമയം മുതൽ എനിക്ക് അങ്ങനെ ഒരു ചുറ്റും എപ്പോഴും ആളുകൾ പറഞ്ഞില്ലേ, ഒരു ഭയങ്കര ഗ്രോത്ത് ഉള്ള ഒരു കരിയർ ആയിരുന്നില്ല എൻ്റെ ഒരിക്കലും ഇതുവരെ ഉള്ളത്. അപ്പൊ അതില് ആ സമയത്തൊക്കെ നല്ല സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന, ഇനീഷ്യലി കിട്ടിക്കൊണ്ടിരുന്ന നല്ല സിനിമകൾ, അതിനുശേഷം കുറെ ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ട്. ആ സമയത്തും ഒക്കെ ഒത്തിരി പേര് മോട്ടിവേറ്റ് ചെയ്യാനും കൂടെ നിൽക്കാനും ചീത്ത പറയാനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇഷ്ടം കൊണ്ടാണ്. അപ്പൊ അവരെല്ലാവരും ഈ കഴിഞ്ഞ വർഷത്തില് ഭയങ്കര ചിയറിങ് ആയിരുന്നു. അവർക്കും സന്തോഷമായി, എനിക്കും സന്തോഷമായി. അപ്പൊ അങ്ങനെ ഒരു താനേ ചേർന്ന കൂട്ടം എന്റെ ചുറ്റുമുണ്ട്. ആദ്യം ഈ സിനിമയിലൊക്കെ വരുന്ന സമയത്ത് ഈ ഫേക്ക് ഓഡീഷൻ എന്താ ഒറിജിനൽ ഓഡീഷൻ എന്താന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ട് എന്ന് പറയുന്ന ഒരു ടോക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത് അർച്ചന കവിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആസിക്കയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം അവരെന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ആദ്യ സിനിമ കിട്ടല് എളുപ്പമാണ് കുറച്ചും കൂടി, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സിനിമ തൊട്ട് എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളതിനാണ് ആക്ടിങ് ക്ലാസ് പോലെ തന്നെ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടത് ആക്ടേഴ്സിന് എന്നുള്ളതാണ്. അതിന് എത്രമാത്രം സത്യമുണ്ട്?
എന്നെ സംബന്ധിച്ച് ആദ്യ സിനിമ കിട്ടാനും എളുപ്പമായിരുന്നില്ല. ആദ്യ സിനിമ കിട്ടാനും എനിക്ക് നല്ല കഷ്ടപ്പാടായിരുന്നു. രണ്ടാമത്തെ സിനിമ കിട്ടാനും എനിക്ക് നല്ല കഷ്ടപ്പാടായിരുന്നു. മൂന്നാമത്തെ സിനിമ കിട്ടാനും എനിക്ക് നല്ല കഷ്ടപ്പാടായിരുന്നു. മൊത്തം എനിക്ക് കഷ്ടപ്പാട്. ബസൂക്ക കിട്ടാൻ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. മദനോത്സവം കഴിഞ്ഞ സമയത്ത് തന്നെയായിരുന്നു മദനോത്സവം കഴിഞ്ഞ ഉടനെ ഷൂട്ട് നടന്നത് ബസൂക്കൻ്റെതായിരുന്നു. അപ്പം അത് കണ്ടു കഴിഞ്ഞ ഉടനെയാണ് ബസൂക്ക നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ബസൂക്ക ഭയങ്കര കഷ്ടപ്പെട്ട് കിട്ടിയതല്ല ബസൂക്ക. പക്ഷെ രേഖാചിത്രത്തിലോട്ട് കണ്ടിട്ടാണ് വിളിക്കുന്നത്. പക്ഷെ എന്നാലും ആ ഒരു ടൈം ഗ്യാപ്പ് വന്നായിരുന്നു. കാരണം ബസൂക്കന്റെ ഷൂട്ട് നടന്നു. അത് കഴിഞ്ഞ വർഷം ഞാൻ വേറെ പടമൊന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഈ വർഷമാണ് എനിക്ക് രേഖാചിത്രം വരുന്നത്. അപ്പൊ ഈ അതായത് ഒരു പോയിന്റിൽ നമുക്ക് തോന്നിപ്പോ ഇനിയും ഓഡിഷൻസിന് ഡെഫിനറ്റ്ലി പോണം. പക്ഷെ ഫേക്ക് ഏതോ ഒറിജിനൽ ഏതാന്ന് എനിക്ക് പിന്നെയും സംശയം വരാറുണ്ട്. കാരണം എനിക്ക് ഇപ്പോഴും സംശയം മനസ്സിലാവുന്നില്ല ഏതാണ് എന്താണ് എന്നുള്ള സംഭവം മനസ്സിലാവുന്നില്ല. പിന്നെ അറിയുന്ന ആൾക്കാരുടെ അടുത്ത് ഇപ്പൊ ചോദിക്കാൻ വേണ്ടി പറ്റും, അത് ഇതുള്ളതാണോ, പോയി നോക്കാവോ, ഉള്ളത് തന്നെ അല്ലേ എന്നുള്ളൊരു സാധനം ഇപ്പം ചോദിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ പോയതിൽ ഒരു ഫേക്ക് ഓഡിഷൻ ഓർമ്മയിലുണ്ടോ? ഇത് ഫേക്ക് ആണെന്ന് മനസ്സിലായ മൊമെന്റോ, ഫേക്ക് ഓഡിഷനോ? പേരുകളൊന്നും പറയണ്ട. ഉണ്ട്. പേര് പറയണ്ട, ആരുടെയും പേരുകൾ പറയണ്ട. എന്നാലും അതെങ്ങനെയാ, അതൊന്ന് പറയാമോ? ഫേക്ക് ഓഡിഷൻ ആണ് ഈ ഓഡിഷൻ എന്നുള്ളത് മനസ്സിലാക്കിയ കാണണം എന്ന് പറയും, എന്നിട്ട് കാണാൻ വേണ്ടി പോകും, എന്നിട്ട് പിന്നെ സ്ക്രിപ്റ്റും സംഭവങ്ങളൊന്നും തരില്ല, പിന്നെ വെറുതെ കാണും, പിന്നെ അതൊരു സംസാരമാവും. അപ്പൊ തന്നെ മനസ്സിലാവും ഇത് ഓഡിഷൻ അല്ലല്ലോ, പിന്നെ എന്തിനാ വിളിച്ചതല്ലേ നമുക്ക് തോന്നുള്ളൂ. ശരിക്കും അതായത് ഇപ്പോ ഓഡിഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്താ വിചാരിക്കുക, എന്തെങ്കിലും നമ്മുടെ അടുത്ത് ചെയ്യാൻ പറയുന്നു, അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറയുന്നു, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ക്രിപ്റ്റ് തരിക, നമ്മൾ അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കുമല്ലോ പോവുക. നമ്മുടെ ബേസിക് ടെൻഷൻ എന്തായിരിക്കും, ഇന്ന് എന്തായിരിക്കും അവിടെ ചെയ്യാൻ തരിക എന്നുള്ള സാധനം. പക്ഷെ പോകുന്ന സമയത്ത് ഇതൊന്നുമില്ല, വെരി ചിൽ, വെറുതെ സംസാരിക്കുന്നു, പിന്നെ വേറെ സംഭവങ്ങൾ എന്തൊക്കെയാ ചോദിക്കുന്നു, ഏതൊക്കെ സിനിമ മുന്നേ ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുന്നു, ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ അയച്ചു തരണേന്ന് പറയുന്നു, പിന്നെ അത് അവിടെ തീരും, അത്രേ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലാവും, അതാണ് ഫേക്ക് ഓഡിഷൻ. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കുന്നത്. അതാ അല്ലല്ല, ഞാൻ അത് കേട്ടിരുന്നതാ. അല്ല, ഈ പണ്ട് ഞാൻ സിനിമയിൽ വന്ന സമയത്ത് മമ്മൂക്കൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, പണ്ട് സിനിമയിലേക്ക് വരാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഐ മീൻ, പണ്ട് സിനിമയിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വന്നാൽ എങ്ങനെയും ഒക്കെ നമ്മൾ തട്ടിമുട്ടി പോവും. ഇപ്പൊ സിനിമയിൽ വരാൻ എളുപ്പമാണ്, സർവൈവ് ചെയ്യാൻ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞൊരു കാറ്റഗറിയും കൂടെ വന്നിട്ടുണ്ട്, ഈ റിവ്യൂവിങ്ങിനെ ഓവർകം ചെയ്യുക എന്ന് പറഞ്ഞൊരു വലിയ പ്രശ്നം. എൻ്റെ ജനറേഷൻ വരെ ഉള്ളവർക്ക് സിനിമ കിട്ടുക എന്നുള്ളത്, ഈ സ്ട്രഗിള്, അവരുടേതായ സ്ട്രഗിൾ എടുക്കുക, സർവൈവ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാക്കുക, സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഫേസ് ചെയ്യുന്നത് പേഴ്സണൽ ആയിട്ടുള്ള റിവ്യൂവിങ് ഉണ്ട്. ഇവനെയൊക്കെ ആരാ സിനിമയിലെടുത്തത്, ഇവനെങ്ങനെയാ സിനിമ കിട്ടുന്നത് എന്ന് പറഞ്ഞ് പേഴ്സണലി പോയിന്റ് ചെയ്തിട്ടുള്ള, അത് പല ആളുകളുടെയും ഫ്രസ്ട്രേഷൻ ആയിരിക്കാം, പല ആളുകളുടെ ഇഷ്ടക്കുറവായിരിക്കാം. അപ്പൊ അത് ഓവർകം ചെയ്യാനുള്ള ഒരു മെന്റൽ ഹെൽത്തും കൂടെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇപ്പൊ വരുന്ന ആളുകൾക്ക്. കാര്യം പേരെടുത്ത് കോമാളിയാക്കി കാണിക്കുന്ന രീതിയിലേക്കുള്ള റിവ്യൂവിങ് വരെ ഉണ്ട്. അപ്പൊ അത് ഈ പറയുന്ന പോലെ ഫേക്ക് ഓഡിഷന്റെ അസിക അവിടെ എടുത്തു പറയേണ്ട കാര്യം, ഇപ്പൊ കിഷ്കിന്ധാണ്ഡം ഇറങ്ങുമ്പോ ആ റിവ്യൂവർ വലിയ വായിൽ അസിക്കയുടെ പെർഫോമൻസിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ സട്ടിലിറ്റിനെ പറ്റിയിട്ടും ലെയേഴ്സിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. ഇതേ സ്പെസിഫിക് റിവ്യൂവർ ഏതോ ഒരു പോയിന്റിൽ അറിയാതെ എന്നല്ല, ഒട്ടും വിചിന്തനം ഇല്ലാതെ ആസിഫ് അലിക്കൊക്കെ എങ്ങനെ ഇപ്പോഴും സിനിമ കിട്ടുന്നത് എന്നുള്ളത് ഒരു അത്ഭുതമാണ്, എങ്ങനെയാണ് ഇത്ര സ്റ്റാറായിട്ട് നിലനിൽക്കുന്ന അത്ഭുതമാണ് വേഗമായി അങ്ങ് പറയുക. അതായത് ആ പോയിന്റിൽ ഒരു റീച്ച് കിട്ടാൻ, ആ പോയിന്റിൽ ആളുകളുടെ എന്നുള്ളൊരു എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് അത്. പക്ഷെ ഇത് ഏതോ ഒരു ഷൂട്ടിങ്ങിന്റെ സെറ്റിന്റെ ബ്രേക്കിന്റെ ഇടവേളയിൽ ഇരുന്ന് കാണുവോ അല്ലെങ്കിൽ അയച്ചു തരുവോ ചെയ്തിട്ട് അത് കാണുന്ന ആ സ്റ്റാറിന്റെ അല്ലെങ്കിൽ ആ ആക്ടറിന്റെ മാനസികാവസ്ഥ അല്ല, അത് തീർച്ചയായിട്ടും മാനസികാവസ്ഥ ഉണ്ട്, അത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതിന് കിട്ടുന്ന റീച്ച് ഭയങ്കര വലുതായിരിക്കും. ആ റീച്ച് കിട്ടി അല്ലെങ്കിൽ അത് മനസ്സിൽ കയറിയ ഒരു പ്രേക്ഷകനിലേക്ക് അടുത്ത സിനിമയായിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രഗിളും കൂടെ ഉണ്ട്. അവരെ വീണ്ടും കൺവിൻസ് ചെയ്യാൻ നമ്മൾ അതിലേക്ക് ചാടി കയറുക എന്ന് പറഞ്ഞൊരു വലിയ ഹൈറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ മേളിലേക്ക് ഒരു 10 ഇഷ്ടികയും കൂടെ എടുത്ത് വെക്കുന്നതായിരിക്കും ഈ ഒറ്റ കുഞ്ഞി കമന്റ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ഈ ജനറേഷനിൽ വരുന്ന പുതിയ ആക്ടേഴ്സിന് വേണ്ട ഒരു മെന്റൽ ഹെൽത്തിന്റെയും കൂടെ ആവശ്യമാണ്. അത് ഈ ഇപ്പൊ റിവ്യൂവേഴ്സ് എന്ത് പറയും, അങ്ങനെ ഒരു ഘടകം കൂടി ഉണ്ടല്ലോ. ഇപ്പൊ ചില ഡയറക്ടേഴ്സ് ഒക്കെ ആക്ടേഴ്സിന് ബ്രീഫ് കൊടുക്കുന്നത് നീ ഇത്രയും അഭിനയിക്കേണ്ട, അപ്പൊ ഈ ആക്ടർ ഇന്ന റിവ്യൂവർ പറയും അയാൾക്ക് വയ്യ എന്ന് റിവ്യൂവിൽ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ബ്രീഫ് ചെയ്യുന്നത് അഭിനയത്തിന്റെ ലെവൽസ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. റിവ്യൂവിങ്ങിനെ എന്തെങ്കിലും രീതിയിലൊരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇപ്പൊ വരുന്ന ഒരു സെറ്റ് ഓഫ് റിവ്യൂവിങ്ങിനെ ഭാമ മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പൊ ഒരാൾക്ക് റിവ്യൂ പറയണമെന്നുണ്ടെങ്കിൽ ഓരോരാൾക്ക് ഓരോ പെർസ്പെക്ഷൻസ് ആയിരിക്കും. ഇപ്പൊ എന്റെ പെർസ്പെക്റ്റീവ് ആയിരിക്കില്ല സിനിമ കാണുമ്പോൾ ഓരോരാളുടേതും അപ്പൊ ഡിഫറെന്റ് ആയിരിക്കും.
അപ്പോൾ ഇപ്പോൾ ഒരാൾ കണ്ടിട്ട് ആ സിനിമ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ആളുടെ പെർസ്പെക്റ്റീവിലായിരിക്കും അത് കൊള്ളില്ല എന്നാവുന്നത്, പക്ഷെ മറ്റേയാൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടമായിരിക്കും. പക്ഷെ ഈ റിവ്യൂ എല്ലാവർക്കും പറയാം, എവ്രി ഹ്യൂമൻ ഹാസ് ദ റൈറ്റ്, അത് കൊള്ളില്ല നല്ലതാണെന്ന് പറയേണ്ട റൈറ്റ് ഉണ്ട്. പക്ഷെ ആ പറഞ്ഞ ആളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ വേറൊരാളെ ക്രിട്ടിസൈസ് ചെയ്യുക, അപ്പൊ അത് മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മെന്റൽ ഹെൽത്തിനെ അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ എഫക്ട് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും അറിയില്ല. എത്രത്തോളം ഹേർട്ട് ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഒരിക്കലും നമുക്കത് മനസ്സിലാവില്ല. ചിലവർ അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും, ചിലവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ചിലവർക്ക് അത് ട്രോമാസ് ഉണ്ടാക്കും, നമുക്കറിയില്ല. നമ്മുടെ ഒരു ഒറ്റ വാക്കുകൊണ്ടായിരിക്കും, പറഞ്ഞൊരു വ്യക്തിയുടെ ഒറ്റ വാക്കുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു മെന്റൽ കപ്പാസിറ്റി ഭയങ്കര അധികമായിട്ട് വേണം. പക്ഷെ എന്നാലും റിവ്യൂ അതാ പറയുന്നത്, ഇപ്പോഴും റിവ്യൂ ഓക്കെയാണ്, എല്ലാവർക്കും അത് പറയുന്ന റൈറ്റ് ഉണ്ട്. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് നല്ലതാണോ മോശമാണോ എന്നുള്ളത് അത് അവരുടെ കാഴ്ചപ്പാടാ. എല്ലാവരുടെയും കാഴ്ചപ്പാട് അവരൊറ്റ കാഴ്ചപ്പാടാവണം എന്നില്ല. ഇക്ക രണ്ട് പ്രധാനപ്പെട്ട ഏരിയകളെ പറ്റി ചോദിക്കണം എന്ന് വിചാരിച്ചു. രേഖാചിത്രം കണ്ടപ്പോഴാണ് ഞാനതിനെ പറ്റി കൂടുതൽ ആലോചിച്ചത്. ഒന്ന്, ഈ അച്ഛൻ മകൻ ബന്ധങ്ങളിൽ വരുന്ന ആസിഫ് അലി. ഇപ്പോൾ അത് ആസിഫ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കിഷ്കിന്ധാകാന്ഡത്തിലെ അച്ഛൻ മകൻ സീൻ ആളുകൾ എടുത്ത് സംസാരിക്കുന്നു, അതിന് പറ്റി ആളുകൾ വിശദീകരിച്ചെഴുതുന്നു. അനുരാഗരിക്കുമുള്ളതിലെ അച്ഛൻ മകൻ ബന്ധത്തെ പറ്റി ആളുകൾ സംസാരിക്കുന്നു. വിജയ് സൂപ്പർ പൗർണമിയിലെ അച്ഛൻ മകൻ ബന്ധത്തിന്റെ ടെലിഫോണിക് കോൺവെർസേഷൻ ആളുകളുടെ വളരെ ഫേവറേറ്റ് ആയ ഒന്നാണ്. എന്താ പറയുക, സൺഡേ ഹോളിഡേയിൽ വളരെ ലൈറ്റായിട്ട് പറഞ്ഞൊരു അച്ഛൻ മകൻ ബന്ധം. ഈ അച്ഛൻ മകൻ ബന്ധം ആളുകൾ സംസാരിക്കുമ്പോൾ ആസിക്ക് ഇതിൽ നിന്ന് റെഫറൻസ് എടുക്കണോ അല്ലെങ്കിൽ ഒരു ടേക്ക് എടുക്കണതോ ഈ പേഴ്സണലായിട്ട് ഉള്ള അച്ഛനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ടാണോ? അതാണോ ഇതിനെ ഇത്രയും കാലാതീതമാക്കുന്നത് എന്നുള്ളത് അറിയാൻ? അത് ഉറപ്പായിട്ടും എൻ്റെ വീട്ടില് അല്ലെങ്കിൽ എൻ്റെ വാപ്പായിട്ടുള്ള എൻ്റെ ഒരു റിലേഷൻ ഉണ്ട് അതിന്. പിന്നെ അതിനേക്കാൾ ഉപരി എൻ്റെ ക്വാക്ടേഴ്സുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു കെമിസ്ട്രി ഉണ്ട്. ഇപ്പം ഞാൻ അത് ഏറ്റവും ആദ്യം മനസ്സിലാക്കിയത് ഉഴുമുറി എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനും ലാൽ സാറും കൂടെ ഷെയർ ചെയ്തൊരു ബോണ്ടിങ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ അച്ഛൻ മകൻ കോമ്പിനേഷനിൽ എനിക്ക് ആദ്യം പേഴ്സണലി വർക്ക് ആയിട്ടുള്ളൊരു സിനിമ. അപ്പം ഈ ഇവരായിട്ട് ഇപ്പോൾ കുട്ടേട്ടനായിട്ടാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഓഫ് സ്ക്രീനിലുള്ളൊരു റിലേഷൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിപ്പം ഈ ഫ്രണ്ട്ഷിപ്പ് സിനിമകൾ ചെയ്യുന്ന സമയത്തും ഒക്കെ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ്, ഇപ്പം വിജയ് സൂപ്പർ ചെയ്യുന്ന സമയത്ത് അന്നംകുട്ടിയായിട്ടുണ്ടായിരുന്ന ഞങ്ങളൊരു ബോണ്ടിങ് ഉണ്ട്. അതൊരിക്കലും ഒരു ഞങ്ങൾ അതിനു മുന്നേ പരിചയമുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പോൾ ജോസഫിനെ ഞാൻ ലൊക്കേഷനിൽ കണ്ട് ആ സമയത്ത് ഞങ്ങൾക്ക് അത്രയും ഇൻട്രാക്ട് ചെയ്യണം എന്ന് ആ സിനിമയ്ക്ക് ആവശ്യമായിരുന്നു അത്. അപ്പൊ അങ്ങനെ ഇപ്പൊ എല്ലാ ഫ്രണ്ട്ഷിപ്പ് സിനിമകളും ഈ എസ്പെഷ്യലി റിലേഷൻസ് വരുമ്പോൾ അത് സ്ക്രീനിൽ റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പേഴ്സണൽ ടൈമിലും കൂടെ ആ ബോണ്ടിങ് വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് എഫേർട്ട് ഇട്ട് തന്നെ ചെയ്യുന്നതാണ്. ഇപ്പൊ കുട്ടേട്ടനായിട്ട് ഞാൻ അങ്ങനെ അതിനു മുന്നേ അത്തരം ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അത് ആ സിനിമയ്ക്ക് ആവശ്യമായിരുന്നു. അത് നിങ്ങൾ എന്താ സംസാരിക്കണ്ടായിരുന്നു ആ ഹഗ്ഗിന് മുമ്പ്? അയ്യോ, അത് ഭയങ്കര രസമാണ്. കാര്യം ആ ഹഗ് ചെയ്ത് നിൽക്കുന്നതിന്റെ പല 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 മാഗ്നിഫിക്കേഷനുള്ള ഷോട്ട്സ് ഉണ്ട്. അപ്പൊ അതിന് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളതിൽ മാത്രമാണ് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കരയുന്ന ആ രീതിയിലുള്ള ഒരു ആക്ടിങ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എന്തെല്ലോ സംസാരിച്ചിട്ടുണ്ട്. സിനിമയുടെ ഒരു മാജിക് അതാണ്. ഞാനും കുട്ടേട്ടനും ഇപ്പോഴും അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ചിരിയാണ്. ഞങ്ങൾ എന്തോ കോമഡിയൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പല സമയത്തും ഈ സിനിമ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല പേഴ്സണലി അഭിനയിച്ച ആളുകൾക്ക്. കാര്യം നമുക്ക് ഓർമ്മ വരുന്ന വേറെ കുറെ ഇൻസിഡൻസ് ഉണ്ടാവും. അപ്പൊ അത് ആരുടെ ഐഡിയ ആയിരുന്നു ഈ ബാക്കിൽ കൂടെ കെട്ടിപ്പിടിക്കാന്നുള്ളത്? അത് ആ സിനിമയില് ഞങ്ങളുടേതായ ഒരു ഇംപ്രവൈസേഷനും ഉണ്ടായിട്ടില്ല. അത് ബാഹുല എഴുതിയത് അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ തന്നെ കെട്ടിപ്പിടിക്കണം എന്നായിരുന്നു, പക്ഷെ അത് ഫേസ് ചെയ്യാതെ കെട്ടിപ്പിടിക്കണം എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും അത് ബാക്കിൽ നിന്ന് തന്നെ കെട്ടിപ്പിടിക്കണം. ഈ റിഗ്രറ്റ് മനസ്സിലുള്ളത് കൊണ്ട് അച്ഛന്റെ മുന്നിലേക്ക് വരാൻ പറ്റില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പൊ അത് സ്ക്രീൻ പ്ലേയില് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഈ കിഷ്കിന്ധാകാന്ഡത്തിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എടുത്ത് റെഫറൻസ് പറയുകയാണെങ്കിൽ ഉള്ളിലെന്തോ ഒളിപ്പിച്ച് ഇങ്ങനെ നീറി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അതിനകത്തെ ക്യാരക്ടർ ത്രൂ ഔട്ട്. ആസിക്കിന്റെ പ്രോസസ്സ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ ചില ആക്ടേഴ്സ് എടുക്കുന്നത് ഈ സംഭവം എനിക്ക് സംഭവിച്ചാൽ എങ്ങനെ ഇരിക്കും, അതിനെ അദ്ദേഹം ഇമാജിൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന ആക്ടേഴ്സിനെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പൊ ഭാമയ്ക്ക് ഇപ്പൊ മദനോത്സവത്തിൽ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു, ഭർത്താവില്ലാതെ ജീവിക്കുന്നു, കുട്ടിയുണ്ട്, ഇനി അങ്ങോട്ട് തുടർന്ന് ജീവിക്കണം, മറ്റൊരാളോട് ചെറിയ ഇഷ്ടം വരുന്നു. ഇതിനെ എങ്ങനെ ഇമാജിൻ ചെയ്യാതെ? സ്വന്തം സംഭവിച്ചായിരുന്നോ അതോ പരിചയമുള്ള ഒരാൾക്ക് സംഭവിച്ചായിരുന്നോ? ഇത്
സത്യം പറഞ്ഞത് സ്വന്തം സംഭവിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. ആ സംഭവം ഇല്ലാന്നല്ല, പക്ഷെ അത്രമാത്രം ചിന്തിക്കാനുള്ള മെച്ചൂരിറ്റി എനിക്കില്ല. അതായത് മെച്ചൂരിറ്റി തോട്ട് പ്രോസസ്സിൽ, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന തോട്ട് പ്രോസസ്സിൽ വരുത്തുക എന്നുള്ളൊരു സാധനം. പക്ഷെ എന്നാലും നമ്മൾ എത്ര ഡീപ്പാക്കിയാലും ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് അത് പാളിപ്പോവും. അതായത് ഒരു 10 മിനിറ്റിൽ കൂടുതൽ നമുക്കൊരു കാര്യത്തിനെ പറ്റി ചിന്തിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. 11ാമത്തെ മിനിറ്റ് എനിക്കത് തെറ്റിപ്പോവും. അപ്പോൾ ഈ ചിന്തിക്കുന്നതിനപ്പുറത്ത് ഈ നമുക്കിത് സംഭവിച്ചാന്നല്ലാതെ നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിച്ച് വെച്ച് ഏകദേശം നമ്മൾ അത് അങ്ങനെ ആയിന്ന് വരുത്തി തീർത്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ അതെ, ഏകദേശം. പക്ഷെ അതിൽ കൂടുതൽ ഭർത്താവ് മരിച്ചതിനുള്ള അതിലും കൂടുതൽ കാണിക്കുന്നത് സുരാജേട്ടനായിട്ടുള്ള ഒരു കെമിസ്ട്രി ആയിരുന്നു. അത് ഈ പറഞ്ഞ പോലെ മോർ ഓഫ് ക്യൂട്ട് റൊമാൻസ് അങ്ങനെയുള്ള ഒരു സാധനം മദനോത്സവത്തിൽ കൂടുതലും വന്നിട്ടുണ്ടായിരുന്നത്. അത് കാണിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ആ ഭർത്താവ് മരിച്ച അത് കുറച്ചൊരു സിനിമ കണ്ടാണെങ്കിൽ കുറച്ച് പാട്ടില് മാത്രമേ അതുള്ളൂ. അപ്പം അതാ ഒരു വിഷമം മനസ്സിലാക്കി ചെയ്തൊരു സംഭവമാണ്. അതൊക്കെ ഈ ഇപ്പൊ കഥാപാത്രത്തിനുള്ള ഒരു ട്രാവൽ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് കുറ്റമശിക്ഷയില അറിഞ്ഞോ അറിയാതെയോ ഒരാളെ ഷൂട്ട് ചെയ്തു, അതിന്റെ ഒരു കുറ്റബോധം. മറ്റടുത്ത് വലിയൊരു കവറപ്പ് നടന്നു, അതിന്റെ എൻസ് എന്താണെന്ന് അറിയാത്ത ഒരാളുടെ അങ്കലാപ്പുണ്ട്, നീറലുണ്ട്. ഇതിനകത്ത് ഒരു സ്പെസിഫിക് ഡയലോഗ് എനിക്ക് വളരെ കാച്ചിങ് ആയിട്ട് തോന്നി. ഈ പ്രായത്തിന്റെ വലിയ ആവേശത്തിനാണല്ലോ എന്ന് പറയുമ്പോൾ ആവേശമല്ല ആവശ്യമാണെന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു കാര്യം. ഞാൻ പിന്നെ ഇതിന്റെ ഒരു ചെറിയ പ്ലോട്ട് പോലെ ഗൂഗിളിൽ വന്നിട്ടുള്ളത് വായിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് എന്താണ് ഇയാളുടെ ആവശ്യം, എന്തുകൊണ്ടാണ് ഇയാൾ ഇത്രയും വ്യഗ്രതപ്പെട്ടുകൊണ്ട് ഇങ്ങനെ അന്വേഷണം നടത്തുന്നത് മനസ്സിലായത്. അങ്ങനെ ഒരു പിക്ക് മനസ്സിൽ കയറ്റി വെക്കോ, ഈ ക്യാരക്ടറിന് ഇങ്ങനെ ഒരു മോട്ടീവ് ഉണ്ട്, അത് എപ്പോഴും ബോഡി ലാംഗ്വേജിൽ വരുത്തണം എന്നുള്ളത്? ഇതില് മൊത്തത്തിൽ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര എന്താ പറയാ, ഒരു ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട്. ഈ കേസ് പുള്ളിക്ക് തെളിയിക്കണം എന്നുള്ളത് ഇയാളുടെ ആവശ്യമാണെന്നുള്ളത് അത് സ്പെസിഫിക് ആണ് അതിൻ്റെ അകത്ത്. ഈ ഇതിനകത്ത് ഇപ്പോൾ കുറേ കാര്യങ്ങൾ ആളുകൾ പറയുന്നുണ്ട്. മലയാളികൾ മൊത്തം മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഇവന്റിന്റെ സ്റ്റേജിങ് ആണെന്ന് പറയുന്നുണ്ട്. ഇതിലെ മമ്മൂക്കയുടെ AI സാധ്യതകളെ പറ്റി ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഇന്റർവെൽ ഇല്ലാത്ത സിനിമയാണെന്ന് ആളുകൾ പറയുന്നുണ്ട്. ഇതില് എന്തൊക്കെ സത്യങ്ങളുണ്ട്? അതാ ക്യൂരിയോസിറ്റി എങ്ങനെ നിൽക്കട്ടെ, അത് തിയേറ്ററിൽ കാണുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ജോഫിന് ഇതിനെപ്പറ്റി എപ്പോഴും ഇപ്പൊ ജോഫിന്റെ ഇന്റർവ്യൂ കാണുമ്പോഴും ഞങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ അവൻ സ്പെസിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ക്ലൂ കണ്ടുപിടിച്ച് മുന്നോട്ട് പോയി ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സിനിമയല്ല, ഇതൊരു ഡ്രാമയാണ്. അപ്പൊ അതാണ് എനിക്കും പറയാനുള്ളത്. പിന്നെ ഈ ഇന്റർവെൽ ഇല്ല എന്ന് പറയുന്നത്, ഇന്റർവെല് തീർച്ചയായിട്ടും ഉണ്ട്. അതിന് നമുക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തേ പറ്റുള്ളൂ ഇന്റർവെലിന്. അപ്പൊ അതുണ്ട്. പക്ഷെ ഒരു ഇന്റർവെൽ പഞ്ച് അതാണ് ഒരു പ്രത്യേക പോയിന്റിൽ കൊണ്ടുവന്ന് പഞ്ച് തന്ന് നിർത്തുന്ന, അല്ലെങ്കിൽ അടുത്തതിനെ പറ്റി ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന, ഇതൊരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നതാണ്. നമുക്ക് ഒരു എന്താ പറയാ, ഒരു ഇങ്ങനെ ആയിരുന്നോ എന്നൊക്കെ തോന്നി പോകുന്ന രീതിയിലുള്ള കുറച്ച് വളച്ചൊടിക്കലുകൾ. ഒരു സിനിമയൊക്കെ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ പോയിന്റിൽ മാനിഫെസ്റ്റ് ചെയ്ത് ഇന്നൊരു ആക്ടറുടെ കൂടെ അഭിനയിക്കണം, അതിനുവേണ്ടി കാത്തിരിക്കണം, അങ്ങനത്തെ ഒരു മെന്റൽ സ്പേസ് ഉണ്ടോ ഭാമിക്ക്? മനസ്സിലായില്ല. ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമ ചെയ്യണം എന്നുള്ളത് വലിയ ആഗ്രഹമാവുകയും ബസൂക്ക് വരികയൊക്കെ ചെയ്തല്ലോ. അപ്പൊ അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക, അതായത് മറ്റു ശ്രമങ്ങളൊന്നും ഇല്ലാതെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇരിക്കുക, അങ്ങനത്തെ ഒരു പ്രോസസ് ഭാമിക്ക് വർക്ക് ആവുന്നുണ്ടോ? മാനിഫെസ്റ്റ് ചെയ്തോണ്ടിരുന്നാൽ മാത്രം കാര്യം നടക്കില്ലല്ലോ, അതിനനുസരിച്ച് പണിയെടുക്കണം, എന്നാലല്ലേ കാര്യം നടക്കുള്ളൂ. മാനിഫെസ്റ്റ് ഒബ്വിയസ്ലി അത് ആഗ്രഹങ്ങളെയാണ് നമ്മൾ കൂടുതൽ ചിന്തിച്ചിരിക്കുന്നതിനാണ് ഈ മാനിഫെസ്റ്റിംഗ് എന്നുള്ള സാധനം പറയുന്നത്. അപ്പോ മാനിഫെസ്റ്റിംഗ് മാത്രമല്ല, നമുക്കിപ്പോ അതിന്റെ കൂടെ എന്താണോ ചെയ്യാൻ പറ്റുക, അതിന്റെ കൂടെ നമുക്കിപ്പോ വർക്ക് ചെയ്യണല്ലോ, എന്നാലല്ലേ ആ കാര്യം നടക്കുള്ളൂ. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് ആ ഒരു പാട്ടും നടക്കുന്നുണ്ടായിരുന്നു. അതായത് മാനിഫെസ്റ്റിംഗ് മാത്രം ഉണ്ടായ കാര്യം നടക്കില്ല. ഈ ബിരിയാണികൾ ഇത്രയധികം കഴിച്ചിട്ട് എങ്ങനെയാ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഒരു 2 ബിരിയാണി കഴിക്കണം എന്നുണ്ടെന്ന് വെച്ചോ, ബിരിയാണി അറ്റ് എ ടൈം കഴിക്കും. ചിക്കൻ ബിരിയാണി ഒക്കെ ആണെങ്കിൽ 2 ഇപ്പൊ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് രാവിലെ തൊട്ട് വേണമെങ്കിൽ ഒന്നും കഴിക്കില്ല. എന്നിട്ട് ഈ ഉച്ച ആവാൻ വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കും. ആ ബിരിയാണി ഇടാൻ പറ്റിയ ആ നെയ്യ് ഒഴിച്ച ആ ഒരു സ്മെല്ലും അല്ലാത്ത മറ്റേ ഭയങ്കര നല്ല വെന്ത മറ്റേ ചിക്കനും ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന. ഞാൻ വന്ന് കയറിയപ്പോ ഇവന് ആദ്യം എന്നോട് ചോദിച്ചെന്താ ടിക്കറ്റൊക്കെ വേണ്ടി ഡയറ്റ് എങ്ങനെ പോകുന്നു എന്നാണ്. അത് ഇന്ന് ഉച്ചക്ക് നശിപ്പിക്കും.
അപ്പൊ അതിങ്ങനെ ആലോചിച്ചാ ഉച്ച വരെ ഞാൻ അങ്ങോട്ട് നിൽക്കും. ഉച്ചയ്ക്ക് ഞാൻ ബിരിയാണി കഴിക്കാം. പക്ഷെ പണ്ടത്തെ അത്ര എനിക്കിപ്പോ കഴിക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോ ഒരു ബിരിയാണി അല്ലെങ്കിൽ ഒരു 1.5 മാക്സിമം ഇപ്പൊ 1 പറ്റുന്നുള്ളൂ. ഒരു നായിക ഇങ്ങനെ ഇരുന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് എന്റെ കരിയറിൽ ഞാൻ കാണുന്നത്. ഇല്ല, പക്ഷെ അതിനുശേഷം പിന്നെ ഞാൻ അധികം ഒന്നും കഴിക്കില്ല. കണ്ണ് കിട്ടിയത് അതല്ല, അന്ന് പിന്നെ ആ ദിവസത്തെ ഫുഡ് പിന്നെ അധികം ഒന്നും കഴിക്കില്ല. പിന്നെ കുറച്ചു പിന്നെ ഈ ക്രേവിങ് ഞാൻ അടുത്തൊരാഴ്ച വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പൊ അതിന് മുന്നേ വേറെ ഒന്നും വന്നില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ചിലപ്പോ ഈ ഒറ്റ കമന്റ് കൊണ്ടായിരിക്കും വിനീത് ശ്രീനിവാസൻ അടുത്ത പടത്തിലേക്ക് ശ്രീനിവാസനൊക്കെ ബിരിയാണി ലവേഴ്സ്. ബിരിയാണി ഭയങ്കര ഇഷ്ടം. എന്ത് കൈൻഡ് ഓഫ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തലശ്ശേരി ദം ബിരിയാണി, കണ്ണൂർ, കോഴിക്കോട്, കണ്ണൂർ കോഴിക്കോട് കണ്ണൂർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ബിരിയാണിന്റെ ടേസ്റ്റ് അത് വേറെ എവിടെയും കിട്ടില്ല, അല്ലേ? ഓരോ നാട്ടിലെ ബിരിയാണി ഓരോ ടേസ്റ്റ് ആണ്, എല്ലാം ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് കോഴിക്കോട്, കണ്ണൂര്. അത് കോഴിക്കോട് വേറെ ബിരിയാണിയാണ്, തലശ്ശേരി വേറെ ബിരിയാണിയാണ്, കണ്ണൂർ വേറെ ബിരിയാണിയാണ്, കാസർഗോഡ് വേറെ ബിരിയാണിയാണ്. അതെ, പക്ഷെ എനിക്കിഷ്ടം കോഴിക്കോട്. ഓരോ ബിരിയാണിക്ക് ഓരോ ടേസ്റ്റാ. പക്ഷെ ഒന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ബിരിയാണി ഞാൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ കോഴിക്കോട് തൊട്ട് കണ്ണൂർ വരെയുള്ള ഏത് ബിരിയാണി എനിക്ക് സെറ്റ്. അവിടെ സംവിധായകൻ ഡോറിങ്ങനെ തുറന്നു നോക്കിയിട്ട് സിനിമയുടെ പോയി. അതൊക്കെ അടുത്ത പോയിന്റ് ഈസ് ഇന്റിമസി യു ഷെയർ വിത്ത് ദ ലീഡ് ലേഡി. അത് എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ളത്. ഇപ്പം നമ്മൾ ഈ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഓരോ ആക്ടേഴ്സ് എങ്ങനെയാണ് ഇന്റിമസി കാണിക്കുന്നത് നടിയുടെ അടുത്ത്, അതിന്റെ ഒരു ലൈൻ എത്ര വരെ ആവാന്നൊക്കെ സംസാരിക്കുന്നു. നമ്മൾ ലാലേട്ടൻ ആക്ടേഴ്സിന്റെ ഇവിടെ നായികയുടെ ഇവിടെ ഇങ്ങനെ പിടിക്കുന്ന ഒരു കാര്യം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആസിഫയുടെ കാര്യം നമ്മൾ സംസാരിച്ചു. അപ്പം ഇപ്പൊ ഈ ഉയരയില് പർവ്വതിരുപത്തിന്റെ ഏകദേശം നെഞ്ചു ഭാഗത്ത് തലവെച്ച് കരയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഈ കിഷ്കിന്ധാകാണ്ഡത്തിലും അതൊരു ഹഗ്ഗിങ് ആൻഡ് ക്രൈയിങ് സീൻ. ഈ ഈ ലീഡ് ലേഡിനെ കെട്ടിപ്പിടിച്ചിട്ട് കരയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ജെന്യൂനിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, വളരെ സത്യസന്ധത ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ആ സമയത്ത് ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ അതിനൊരു പ്രോസസ് ഉണ്ടോ? ഒരു ആളെ ടച്ച് ചെയ്യുന്നതിന് നിങ്ങൾ ഫ്രെയിമിനകത്ത് കൊണ്ടുവരുന്ന എന്തെങ്കിലും സ്കില്ലുണ്ടോ? ഇല്ല, ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്ക് അതിൻ്റെ അകത്തും ഇപ്പം നമ്മൾ രണ്ടുപേരും ആ ക്യാരക്ടേഴ്സായിട്ട് തന്നെയാണല്ലോ അതിൽ നിൽക്കുന്നത്. അപ്പൊ അത്രയും എന്തോ ഭാഗ്യം കൊണ്ട് എൻ്റെ കൂടെ ഈ പറയുന്ന സീനുകളിലെല്ലാം അഭിനയിച്ചത് വളരെ ജെന്യുവൻ ആയിട്ടുള്ള ആക്ടേഴ്സ് തന്നെയാണ്. അപ്പൊ അവര് എൻ്റെ അതേ ഇമോഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പം അങ്ങനെ ഒരു ഇപ്പൊ പാർവതീനെ ആയിട്ട് അങ്ങനെ ഹഗ് ചെയ്തതിനകത്ത് എനിക്ക് അതാ അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്കത് അറിയില്ല, ചിലപ്പോൾ അവരായിട്ട് അത്രയും കംഫർട്ടബിൾ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ സീൻ അത്രയും ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. ഇപ്പൊ ഷാരൂഖ് ഖാനൊക്കെ നെക്കിന് അവിടെ ഉമ്മ വെക്കുന്നത് ഷാരൂഖ് ഖാൻ കൊണ്ടുവന്നൊരു ട്രെയിറ്റ് ആണ് ലേഡീസിന്. അപ്പം അതിന് ഈ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ടായിരുന്നു, അതായത് ഇങ്ങനെയായിരിക്കും? ഒന്നുമില്ല, അത് ഡയറക്ടർ പറയുന്നതുകൊണ്ടോ സ്ക്രിപ്റ്റിലുള്ളത് കൊണ്ടോ ഒക്കെ സംഭവിക്കുന്നതാണ്. ഞാനായിട്ട് അതിൻ്റെ അകത്ത് ഒരു മാജിക്കും കാണിക്കുന്നില്ല. രേഖാചിത്രത്തിൽ ഈ പറഞ്ഞ ഒരു ത്രില്ലർ സ്വഭാവം ഇല്ല, ഒരു ഡ്രാമയാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ഇതിനകത്ത് ആളുകളെ ഹുക്ക് ചെയ്യുന്ന എലമെന്റ്സ് എന്ന് പറയുന്നതിനകത്ത് ത്രില്ലല്ലാതെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ യഥാർത്ഥ സംഭവം നമ്മൾ ഓർത്തോർത്ത് പോകുന്നതായിരിക്കും അതിന്റെ ഹുക്കിംഗ് പോയിന്റ്. ഇതിന് ഒരു എല്ലാ കേസ് അന്വേഷണത്തിനുള്ള പോലെ ഒരു ഗ്രോത്ത് ഉണ്ട്. അത് അതിന്റെ നരേഷൻ, അത് സംഭവിച്ചതും പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ച് പോകുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ ചെറിയ വെളിപ്പെടുത്തലുകളും പഴയ ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നതും ആ കാലഘട്ടത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നതും അങ്ങനെയൊക്കെ ഉള്ളതാണ്. ജോഫിന്റെ എക്സ്പ്ലനേഷൻ ഏത് വിധത്തിലാണ്? ഇപ്പൊ പല റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഇപ്പൊ മ്യൂസിക് ഒക്കെ വെച്ചിട്ട് മൊത്തം സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, ഷോർട്ടിനിടയിൽ മാത്രം അഭിനയിപ്പിക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്, ഒന്നും പറയാതെ വന്നിട്ട് ഇപ്പൊ ശ്യാം പുഷ്കരൻ അവരൊക്കെ അവിടെ വന്നിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യിപ്പിക്കുന്ന അതുണ്ട്. ജോഫിന്റെ രീതി എന്തായിരുന്നു? ജോഫിന് ആദ്യം ഫുൾ സ്ക്രിപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ആ ദിവസം ഇപ്പം സെറ്റിൽ വരുന്ന ദിവസം രാവിലെ ഇന്ന് എടുക്കാൻ പോകുന്ന സീൻ ഏതാണോ അത് വെച്ചിട്ട് പുള്ളി നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരായിരുന്നു. കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് തരാറുണ്ട്, പ്രിസൈസ്ലി വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. ഓക്കെ, ജോഫിൻ എന്നുള്ള മേക്കറിനും അല്ലെങ്കിൽ ആളും ശ്രീ മമ്മൂട്ടിയും തമ്മിൽ ഷെയർ ചെയ്യുന്ന ഒരു ബോണ്ട് എല്ലാവർക്കും അറിയാം. അപ്പോ ഈ രേഖാചിത്രത്തിലെ മമ്മൂട്ടി സാന്നിധ്യത്തെ പറ്റി എന്തെങ്കിലും സംസാരിക്കാൻ പറ്റും ഈ സമയത്ത്? മൊത്തത്തിൽ ഈ പ്രോജക്റ്റിൽ മമ്മൂക്കാട് ഒരു പ്രസൻസ് ഉണ്ട്.
അപ്പൊ അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സിനിമയിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് തിയേറ്ററിൽ തന്നെ അറിയണം. അപ്പൊ ഇത് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പ്രതീക്ഷ ആളുകൾ കയറും, ഇല്ലെന്ന് പറഞ്ഞാൽ അത് ആളുകൾ അത് ഇല്ല എന്ന് പറഞ്ഞ് കയറാതിരിക്കാൻ ചിലപ്പോ. അപ്പൊ ഞാനായിട്ട് പക്ഷെ ഈ സിനിമയുടെ ഒരു കാലം ഇപ്പൊ ഓൾറെഡി എനിക്ക് തോന്നുന്നു പല രീതിയിലുള്ള ഡിസ്കഷൻസും പ്രൂഫിങ്ങും ഒക്കെ ഈ സിനിമയെ പറ്റി സോഷ്യൽ മീഡിയയിൽ വളരെ രസമായിട്ട്. അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റി എല്ലാം ആളുകൾക്ക് അങ്ങനെ തന്നെ നിക്കട്ടെ, അത് തിയേറ്ററിൽ വന്ന് തന്നെ ആളുകൾ അറിയട്ടെ. അവിടെ ഭരതന്റെ റെപ്ലിക്ക ഉണ്ട്, കമലിന്റെ റെപ്ലിക്ക ഉണ്ട്, ജോൺ പോളിന്റെ റെപ്ലിക്ക ഉണ്ട്, കമൽ സാറിന്റെ റെപ്ലിക്ക ഉണ്ട്. ശരിക്കും നിങ്ങൾ എന്താ ചെയ്യാൻ ഈ അനശ്വരയും ഈ പറഞ്ഞ പോലെ അവരുടെയും കരിയറിലൊരു വൺ ഓഫ് എ കൈൻഡ് ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കും എന്നാണ് ഞാൻ ഇന്നലെ വേണുകുന്നപ്പിള്ളി സാറിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. വേറൊരാളെയും ചിന്തിക്കാൻ പറ്റുന്നില്ല ഈ ഏജിൽ ഇത്രയും ലെയേഴ്സ് ഒക്കെ എടുത്ത് ചെയ്യാന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ള കാര്യം. അനശ്വരയെ പറ്റി കൂടി ഒരു അനശ്വരനെ ശരിക്കും നമുക്ക് ഞാൻ അനശ്വരയെ ഫസ്റ്റ് മീറ്റ് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ ഇവിടെ വിളിച്ചത് ഇത് ബോഡി ഷേപ്പിംഗ് ആയിട്ട് പോകരുത്, തീപ്പെട്ടിക്കൊള്ളി എന്നാണ്. കാര്യം ഇപ്പോഴും എനിക്ക് അനശ്വരെ കാണുമ്പോൾ അങ്ങനെ തോന്നും. പക്ഷെ ഇത് സ്ക്രീനിൽ വന്നു കഴിയുമ്പോൾ അനശ്വരയ്ക്ക് ഉണ്ടാകുന്ന ഒരു മാജിക് ഉണ്ട്. അത് ഭയങ്കര രസമായിട്ട് കാര്യം ഈ ക്യാരക്ടർ കാസ്റ്റിംഗിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വേറൊരാളെ പറ്റി പോലും ചിന്തിക്കാൻ പറ്റില്ല. അതുപോലെ ഈ സിനിമ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കാൻ പോകുന്ന ഒരാളാണ് സെറിൻ. ആട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ അവരുടെ ഗംഭീര പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഈ സിനിമയിൽ ഉണ്ടാവും. എഗെയിൻ ഇന്ദ്രൻ ചേട്ടൻ എടുത്ത് പറയാൻ പോകുന്ന ഒരു ക്യാരക്ടറാണ്. മനോജ് ചേട്ടൻ, അങ്ങനെ അങ്ങനെ ഒരുപാട് നല്ല ആക്ടേഴ്സും ഉണ്ട്. അപ്പൊ അതില് തീർച്ചയായിട്ടും അനശ്വരയുടെ ഒരു സ്പേസും ഈ പറയുന്ന പോലെയാണ്. ഇത് ഞാൻ എങ്ങനെ പറയും, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. റിലീസ് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന റിലീസ് കഴിഞ്ഞിട്ട് നമുക്കൊരു അങ്ങനെ ഇരിക്കാൻ സാധ്യത. അങ്ങനെ ഇരുന്ന സിനിമകളൊക്കെ വലിയ വിജയങ്ങളായിട്ടുള്ള സിനിമകളാണ്. ഒരിക്കലും പോലീസ് വേഷം എനിക്ക് ചേരുമോ എന്ന് തോന്നിയ സമയത്ത് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പോലീസ് വേഷം വരിക, അതിൽ വ്യത്യസ്തത കൊണ്ടുവരിക, എപ്പോഴെങ്കിലും ഇത് ആലോചിച്ചിട്ട് ആഹാ ഇതൊരു ഗ്രോത്ത് ആണല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം ഇത് ഗ്രോത്ത് അങ്ങനെയൊന്നുമല്ല. എനിക്കും ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ധൈര്യം കിട്ടിയത് സിബിസറിനെ കണ്ടപ്പോഴാണ്. ഐ മീൻ കുറ്റവും ശിക്ഷയുടെയും സ്ക്രിപ്റ്റ് റൈറ്റർ. അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ കോൺസെപ്റ്റിലുള്ള പോലീസുകാരെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കണ്ടിട്ടുള്ള ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള സിനിമാറ്റിക് പോലീസ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു രൂപത്തിലേക്ക് എനിക്ക് എപ്പോൾ എത്താൻ പറ്റും എന്നുള്ളൊരു പേടി കാരണം ഞാൻ പല സമയത്തും പോലീസ് വേഷങ്ങൾ ചെയ്യാതിരുന്നത്. പക്ഷെ ഈ കുറ്റവും ശിക്ഷയുടെ സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് ഇദ്ദേഹം ഒരു പോലീസുകാരനാണല്ലേ എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ ആ ത്രൂ ഔട്ട് നറേഷനിൽ ഇരുന്നത്. കാര്യം അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മൾ വിശ്വസിക്കില്ല ഇയാളൊരു പോലീസുകാരനാണ്. നമ്മൾ കണ്ട് സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു പോലീസ് ഫീച്ചേഴ്സ് ഉള്ള ഒരാളല്ല അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ റിയൽ ലൈഫിൽ നടന്നിരിക്കുന്ന പല കഥകളും നമുക്ക് കേട്ട് കഴിയുമ്പോൾ എത്ര സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ഇമേജ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് പോലീസ് വേഷങ്ങൾ ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടിയത്. പിന്നെ ഈ ഡീറ്റെയിലിങ്ങിലേക്ക് വരുമ്പോൾ ഇപ്പം സാജൻ ചെയ്തതിൽ നിന്ന് എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിരുന്നു തലവനിൽ കാർത്തികിനെ പറ്റിയിട്ട് എനിക്ക് ജിസ് തന്നിരുന്നത്. അപ്പൊ അത് വേറൊരു ക്യാരക്ടറായിട്ട് തന്നെയാണ്. കാര്യം അയാളുടെ മോട്ടീവ് വേറെയാണ്, അയാളുടെ ആറ്റിറ്റ്യൂഡ് വേറെയാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതിലേക്ക് വരുമ്പോഴും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, നോക്കാം. ഈ ഇപ്പൊ ഒരു ക്യാരക്ടർ കിട്ടുന്ന സമയത്ത് ചില ആക്ടേഴ്സ് ഒക്കെ നിഖില വെമ്മൽ അല്ലെങ്കിൽ നമ്മുടെ പല ലീഡിങ് ആക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം, ആ ക്യാരക്ടറിന്റെ ഒരു ബാക്ക് സ്റ്റോറി അവര് എഴുതി ഉണ്ടാക്കുക അല്ലെങ്കിൽ മനസ്സിൽ ആലോചിക്കുക പെർഫോമൻസിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഭാമയ്ക്ക് ഉണ്ടോ? ബാക്ക് സ്റ്റോറി ആണോ അത് എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഈ ക്യാരക്ടർ ഇങ്ങനെ ആയത്, എന്താണ് ഈ ക്യാരക്ടർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ക്യാരക്ടറിന് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, വാട്ട്, വെൻ, വൈ ആൻഡ് വെയർ. ഈ ഒരു 4 Ws ആണ് ഞാൻ ബേസിക്കലി ചിന്തിക്കാറുള്ളത്. ചിന്തിച്ചിട്ടുണ്ട്. നൈസ്. അസിക്ക, ഈ ഇപ്പൊ പല പ്രമുഖനായിട്ടുള്ള ആക്ടേഴ്സും ഫോൺ ഉപയോഗിക്കുന്നില്ല, ഫോണിനെതിരെ സംസാരിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ധനുഷൊക്കെ ഫോൺ ഒരു മോൺസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തീരെ ഉപയോഗിക്കുന്നില്ല. ഈ ഫോൺ ഉപയോഗം ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഫോണിൽ ആക്റ്റീവായി നിലനിൽക്കാത്തത് കൊണ്ട് ആസിക്ക അങ്ങനെ ശരിക്കും അറ്റൈൻ ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നേടിയെടുത്തു? ഞാനത് ഞാൻ വന്ന സമയം മുതൽ എന്നെ ഏറ്റവും കൂടുതൽ ചീത്ത പറയുന്ന ഒരു കാര്യം അതാണ്. അപ്പൊ ഞാനത് എനിക്ക് ആവശ്യമുള്ള അത്രയും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, എനിക്ക് ആവശ്യമുള്ള അത്രയും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിയില്ല അത് ഉപയോഗിക്കാതിരിക്കുമ്പോ എന്ത് വ്യത്യാസം ഉണ്ടാകുന്നുള്ളത്. ഫോൺ എനിക്കൊരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല.
ഞാൻ അതിനെ അധികം അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് അറിയില്ല അത് എത്രത്തോളം ഹാംഫുൾ ആണെന്നുള്ളത്. പക്ഷേ ഈ കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഏത് ആക്ടറിനെ എടുത്ത് ചോദിച്ചാലും ആരാ നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയ ഫ്രണ്ട് എന്ന് പറയും. ഇപ്പൊ ബാലു വർഗീസിനെ എടുത്ത് പറഞ്ഞാൽ അവിടെ ആസിഫ് അലിയുടെ പേര് പറയും. അർജുൻ ചേട്ടനോട് ചോദിച്ചാൽ ആസിഫ് അലിയുടെ പേര് പറയും. ഇപ്പൊ അർച്ചന കബഡി ചോദിച്ചാൽ ക്ലോസ് ഫ്രണ്ട് ആരാണ് ചോദിച്ചാൽ ആസിഫ് അലിയുടെ പേര് പറയും. അപ്പൊ ഈ ഫോൺ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ഫോണിന് അതിന്റെ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാതെ ഈ കോണ്ടാക്ട്സ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അതെങ്ങനെ സാധിക്കുന്നു? അത് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ സൗകര്യം എന്ന് പറയുന്നത് കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ റീൽസ് ഷെയർ ചെയ്ത് കൊടുക്കലാണ്. ഐ ആം ഇൻ ടച്ച്. അല്ലേ, എനിക്ക് ആ സ്വഭാവം ഇല്ല. ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആളെ കണ്ടും സംസാരിച്ച് അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്തുമാണ്. അപ്പൊ അത് ആ കൊടുക്കുന്ന അത്രയും ജെനുവിൻ ആണ്. ഇപ്പം എൻ്റെ അടുത്ത് എത്രയോ ആളുകൾ ഡെയിലി റീൽസ് അയക്കുന്നവരുണ്ട്. അവരെ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഒരുപാട് നാളായിട്ടുണ്ട്. അപ്പൊ അതിനോട് ഞാനത് ശീലിച്ചിട്ടും ഇല്ല, ഇനി ഞാനത് പ്രാക്ടീസ് ചെയ്യാറുമില്ല. ഇപ്പൊ ഞാൻ കാണുന്നവരും കൊടുക്കുന്നവർക്കും ആ സമയം വളരെ ജെനുവിൻ ആയിട്ടുള്ള, അതുകൊണ്ടായിരിക്കും അങ്ങനെ അവർക്ക് ഫീൽ ചെയ്യുന്നത്. ചിദംബരം ജിത്തു മാധവൻ പ്രോജക്ടിന്റെ ലീഡ് മനുഷ്യൻ ആസിക്കാണെന്ന് പരക്കുന്നു. ഞാനത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ചിതുവിനെ വിളിച്ച് ചോദിച്ചത് ഇത് ഹിന്ദിയാണോ മലയാളമോ ആണോ എന്നുള്ളത്. ചിദംബരമായിട്ടോ ജിത്തു മാധവനായിട്ടോ സിനിമ സംസാരിച്ചിട്ടുണ്ടോ? ചിതുവിന്റെ ആദ്യത്തെ സിനിമ മുതലുള്ള എല്ലാ സിനിമകളിലും സംസാരിച്ചു വന്നതാണ്. ഇത് മഞ്ഞുമൽ ബോയ്സില് കുഴിയിൽ പോണ്ടത് ഞാനായിരുന്നു. അത് പിന്നെ പല ഡിസ്കഷനും പുറത്ത് ആ സിനിമയ്ക്ക് ഒരു ബാധ്യതയാവുന്ന രീതിയിലേക്ക് ചിലപ്പം മാറാനൊക്കെ സാധ്യത. അപ്പൊ അങ്ങനെ ചിതുവിന്റെ എപ്പോഴും ഒരു സിനിമ ഞങ്ങൾ സംസാരിച്ച് പ്ലാൻ ചെയ്ത് ഇരിക്കുന്നുണ്ട്. സംഭവിക്കും. എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഗണവും അറിയാമല്ലോ, അപ്പൊ ഉറപ്പായിട്ടും ഉണ്ട്. ടിക്കിടാക്കയുടെ അവസ്ഥ എന്താണ്? ടിക്കിടാക്ക ഇതിന് ശേഷം തിരിച്ച് ഇപ്പം ഞാൻ ഇമ്മീഡിയറ്റ് ജോയിൻ ചെയ്യുന്നത് ജിത്തു സാറിന്റെ ഒരു സിനിമയിലേക്കാണ്. അതിന്റെ കണ്ടിന്യൂഷൻ ടിക്കിടാക്കയിലേക്ക് എത്തണം. അപ്പോൾ അതിന്റെ ഫൈനൽ സ്റ്റേജ് ബിരിയാണിയൊക്കെ സ്കിപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ജിത്തു സാറായിട്ട് വീണ്ടും ത്രില്ലർ പരിപാടി പിടിക്കാനുള്ള ത്രില്ലർ പരിപാടി. മറ്റെന്തൊക്കെയുണ്ട്? 1900 ഡയറക്ടറുടെ തമറിന്റെ സിനിമ അത് ഷൂട്ട് ചെയ്തു. അതൊരു ഫീൽ ഗുഡ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു കുട്ടികളുടെ സിനിമ കാറ്റഗറിയിലുള്ള ഒരു സിനിമയാണ്. പിന്നെ അഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞൊരു സിനിമ സേതുവിന്റെ കൂടെ. അപ്പം പ്രജേഷന്റെ സിനിമ പൈപ്പ് ലൈനിലുണ്ട്. ഒരുപാട് സിനിമകൾ. 2024 മികച്ച പെർഫോമൻസും സിനിമയും ഏതാ കണ്ടതില്? കുറെ സിനിമകളുണ്ട്. ഇപ്പൊ ഞാൻ കിഷ്കിന്ദാഥ പറയാം. എനിക്ക് തലവന കുറച്ചുകൂടി ഇഷ്ടമായിരുന്നു. കുറച്ചുകൂടി പേഴ്സണൽ ഫേവറേറ്റ് തലവന. അതല്ലാതെ കൊറേ പടങ്ങൾ വന്നിട്ടുണ്ട്. ഒരു പെർഫോമറിനെ പറയാൻ പറഞ്ഞാൽ ആസിഫ് അലി. എത്രമാത്രം ജെനുവിനിറ്റി ഉണ്ട്? കുറച്ചധികം ജെനുവിനിറ്റി ഉണ്ട്. നേരത്തിന് ഒരുപാട് നന്ദി. രേഖാചിത്രം പ്രതീക്ഷ ഒരുപാട് തരുന്ന ട്രെയിലറാണ്. അപ്പോൾ ഇത്രയധികം രഹസ്യ സ്വഭാവം ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല ഒരു സിനിമയ്ക്ക്. അതിന്റെ ഉണ്ട്. ഇത്രയും ക്യൂരിയോസിറ്റി ആളുകൾ കാണിച്ചത് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഇതിന്റെ ആദ്യം രേഖാചിത്രം എന്നുള്ള ഇതിന്റെ ടൈറ്റിൽ ഫോണ്ട് റിലീസായ സമയത്ത് ആ ഫോണ്ടിലുണ്ടായിരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അത് സൂം ചെയ്ത് നോക്കി അത് സീൻ പേപ്പർ ആണോ എന്നും അതിൽ കഥയുണ്ടോ എന്നൊക്കെ വായിച്ചു നോക്കിയ ഡിസ്കഷൻ കണ്ടു. അപ്പൊ ആ ക്യൂരിയോസിറ്റിയോട് 100% നീതി പുലർത്തുന്ന ഒരു സിനിമയാണ് ആവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പ്രേക്ഷകർ എല്ലാവരും ഇതിന്റെ സ്പോയിലേഴ്സ് വരുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഇത് ഓൺലൈനിൽ ഒരു ആഘോഷമായി മാറുന്നതിന് മുന്നേ തന്നെ തിയേറ്ററിൽ വന്ന് കാണാൻ ശ്രമിക്കുക. എന്താ പറയാനുള്ളത്? സെയിം. ഇത്രയും ക്യൂരിയോസിറ്റി തരുന്നൊരു പടം എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആക്കുക. തിയേറ്ററിൽ തന്നെ പോയിരുന്ന സിനിമ ആണ്. ബാക്കി എല്ലാം കേൾക്കുന്നതിന് മുന്നേ പോയി സിനിമ കാണാൻ വേണ്ടി നോക്കുക. അത്രേ. വിജയങ്ങൾ തുടരട്ടെ. ആസിഫ് അലി എന്നുള്ള മനുഷ്യനെയും കൂടി മാതൃകയാക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അവരെയും ആ മാതൃക അങ്ങനെ തന്നെ പിന്തുടരട്ടെ. നേരത്തെ ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു.